ഹായ് ഹലോ സുഖല്ലേ. നമുക്കൊന്ന് ചീടയുണ്ടാക്കാം. അതുണ്ടാക്കാൻ ചിരകിയ തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, കുരുമുളക് ഒക്കെ വേണം. ചെറിയ ഉള്ളിയും ജീരകവും കുരുമുളക് മണികളൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ മാറ്റി വെച്ച ചിരകിയ തേങ്ങയും കൂടിയും അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ, അരയരുത്. ഒരു പാത്രത്തേക്ക് നമുക്ക് പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ ഉള്ള അങ്ങനെ പൊടിച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇനി അരിപ്പൊടിക്ക് നമുക്ക് ഉപ്പും കുറച്ച് നെയ്യൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1.5 ടീസ്പൂൺ എള്ള് ചേർത്തിട്ട്, ഇവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്, അത് കൂട്ടി മിക്സ് ചെയ്യാം. പൊടിയിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നൂൽപുട്ടിനൊക്കെ കുഴക്കണ പോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. പൊടി തിളച്ച വെള്ളത്തിലൊന്ന് വാടി കിട്ടിക്കോട്ടെ. നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനിരുന്നോട്ടെ. ഇതിനി ഉരുട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ഉണ്ടാക്കാം നമുക്ക്. ചട്ടിയിലേക്ക് വറുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ചെറിയ ബാൾസ് ഇങ്ങനെ ഇട്ടെടുത്ത് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം. ഇത് എരിവും ഉപ്പൊക്കെ ഉള്ളൊരു ചീട പ്രിപ്പറേഷനാണ്. ഇനി മധുരമുള്ള ചീട വേറുണ്ട്, ചക്ക കൊണ്ടൊക്കെ ചീട ഉണ്ടാക്കാം. ഞാൻ ചക്ക വെച്ചിട്ടുള്ളൊരു ചീട അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കണ്ടു വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒരാഴ്ച തന്നെ ഇരിക്കുള്ളൂ, പെട്ടെന്ന് കാറി തുടങ്ങും. സൺഫ്ലവർ ഓയിലാണെച്ചാൽ കുറച്ചധികം ദിവസം ഇരുന്നോളൂ കേട്ടോ. നിങ്ങളിഷ്ടം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇതൊരു പ്രത്യേക രസമുള്ള രുചിയാട്ടോ. കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഇത് ഈ വെളിച്ചെണ്ണ പത്തിരീൻ്റെ രുചി തോന്നും. ചിലർക്ക് നമ്മൾ ഈ അപ്പളയ്ക്ക് നാളികേരമൊക്കെ ഇട്ട് ദോശ ഉണ്ടാക്കില്ല, അതുപോലെയൊക്കെ തോന്നും. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇടണം കേട്ടോ. എന്നിട്ടൊരു മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വാങ്ങാൻ നേരത്തും ഹൈ ഫ്ലെയിമിലിട്ട് വാങ്ങുക. എണ്ണ വല്ലാണ്ട് കുടിക്കില്ല. ചീട പ്രിപ്പറേഷൻ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ഒക്കെ പോരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ചെയ്യാത്തവർ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങിയാൽ മതി. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു മഞ്ഞ നിറം തോന്നുന്നുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആവണേ. ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കി.